ഹലോ, ടാരോ വിത്ത് അനല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയിലെ നിങ്ങളുടെ പങ്കാളി ആളെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാൻ സാധിക്കും, നിങ്ങൾ എവിടെ വെച്ചാണ് മീറ്റ് ചെയ്തത്, എന്ത് തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക, ആളുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും, അത് എപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ വ്യക്തിയെ കണ്ടുമുട്ടാൻ സാധിക്കും. ഇങ്ങനെയുള്ള വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇന്നത്തേത്. നമുക്ക് 2 പൈൽസ് ഉണ്ട്, പൈൽ നമ്പർ 1 and 2. ഇതിൽ നിന്ന് ഒരു പൈൽ ഇൻറ്റ്യൂറ്റീവ്ലി സെലക്ട് ചെയ്യുക. അതിനുശേഷം റീഡിങ്ങിലേക്ക് പോവുക. പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടാരോ റീഡിങ്ങിനൊപ്പം നമ്മൾ ഓറ റീഡിംഗ്, റേക്കി ഹീലിംഗ്, ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് എന്നീ സൗകര്യങ്ങളും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക, നമുക്ക് സംസാരിക്കാം. ഓക്കെ, പൈൽ നമ്പർ 1ൻ്റെ റീഡിംഗ് ആണ്. ടോപ്പിക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്, നിങ്ങളുടെ ഭാവിയിലെ നിങ്ങളുടെ പങ്കാളി ആരായിരിക്കും, എങ്ങനെയുള്ള വ്യക്തിയായിരിക്കും, എവിടെ വെച്ചാണ് നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്, എപ്പോഴത്തേക്ക് നമുക്കിത് പ്രതീക്ഷിക്കാം, ആളുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്നതിനായിട്ട് ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് റിലാക്സ് ചെയ്യുക. ഈ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. ഓക്കെ, നമുക്ക് 5 കാർഡ്സ് എടുക്കാം. ഹൂ ഇസ് യുവർ ഫ്യൂച്ചർ സ്പൗസ്, ദിയർ പേഴ്സണാലിറ്റി ആൻഡ് നേച്ചർ, ഹൗ വിൽ യു മീറ്റ്, നിങ്ങൾ എങ്ങനെയാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്, നേച്ചർ ഓഫ് യുവർ റിലേഷൻഷിപ്പ്, എന്ത് ടൈപ്പ് റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുടെ, ആൻഡ് ടൈമിംഗ് ഓർ ഔട്ട്കം. കാർഡ്സ് നോക്കാം. പേജ് ഓഫ് വാൻഡ്സ്, 2 ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് കപ്സ്, കിങ് ഓഫ് സ്വേർഡ്സ്. ഗ്രേറ്റ്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ച് നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള കാർഡ് പേജ് ഓഫ് വാൻഡ്സ് ആണ്. അതായത് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള, എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള, എപ്പോഴും ഒരു എനർജിയുള്ള ഒരു ടൈപ്പ് ആളായിരിക്കും എന്നാണ് കാണുന്നത്. പുതിയ പുതിയ ഐഡിയാസ് എപ്പോഴും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് താല്പര്യമുള്ള ഒരാളായിരിക്കും. ഒരു ബോറിംഗ് ടൈപ്പേ ആയിരിക്കില്ല എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങളിൽ താല്പര്യമുണ്ടായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും അറിയാനും സ്ഥലങ്ങൾ പോയി കാണാനും ഒക്കെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരിക്കാനാണ് സാധ്യത. ക്രിയേറ്റിവിറ്റി ഉള്ള, അതായത് ഒരു കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെയുള്ള ഒരാളായിരിക്കാം. ഒരുപാട് പാഷൻസ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കാം. ചിലപ്പോൾ ഒരു ബിസിനസ് വുമൺ, അത് വലിയ രീതിയിൽ ആവണമെന്നില്ല, ചിലപ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലികൾ ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും കൂടുതൽ. ഒരു 9 to 5 ജോബിനേക്കാളൊക്കെ നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഓൺടർപ്രണോറിയൽ ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവരാൻ കഴിവുള്ള ഒരാളായിരിക്കും. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പിനൊക്കെ ശേഷം വളരെ സ്റ്റക്കായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ലൈഫിലൊന്നും എക്സൈറ്റിംഗ് ആയിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങളിലേക്ക് ഈ പേഴ്സൺ വരുന്നതോടുകൂടി നിങ്ങളുടെ ടൈം അങ്ങ് മാറുകയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് സ്പോണ്ടേനിറ്റി, എന്താണ് എല്ലാ ദിവസവും നിങ്ങൾ എണീക്കുമ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ ലൈഫിലേക്ക് ഈ വ്യക്തി കൊണ്ടുതരാൻ പോകുന്ന എക്സൈറ്റ്മെൻറ്റ് എന്തായിരിക്കും എന്ന് വളരെ പ്രതീക്ഷയോടുകൂടി വിചാരിച്ചുകൊണ്ട് എണീക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു റിലേഷൻ, അങ്ങനെ എല്ലാവരുടെയും സ്വപ്നം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു റിലേഷൻ ആയിരിക്കും എന്നാണ് നമുക്കിവിടെ കാർഡ്സ് പറയുന്നത്. ഇനി ഈ ആളുടെ നേച്ചറിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ആളായിരിക്കും. 2 ഓഫ് വാൻഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആയിരിക്കും. ഭാവിയെക്കുറിച്ച് വളരെയധികം പ്ലാനുകളുള്ള ആളായിരിക്കും. വലിയ സ്വപ്നങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളായിരിക്കും. ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്ക് ഇഷ്ടം ഇനി അടുത്തത് എന്ത് ചെയ്യാം, ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട്, കൂടുതൽ സമ്പാദിക്കാൻ, കൂടുതൽ ലൈഫിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് എപ്പോഴും ചിന്തിക്കുന്ന, ആംബീഷ്യസ് ആയിട്ടുള്ള, ആഗ്രഹങ്ങളുള്ള ഒരു ആളായിട്ടാണ് കാണുന്നത്. ബിസിനസ്, കരിയർ, ഒരു ലൈഫ് പാത്ത്, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഐഡിയാസ് ഉണ്ടായിരിക്കും. ലൈഫ് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് തീർക്കുക എന്നുള്ളതല്ല. ഇത് കണ്ടോ, ഇത് 2 വാണ്ട് എനർജിയാണ് വന്നിട്ടുള്ളത്. പാഷൻ, എക്സൈറ്റ്മെൻറ്റ്, ഈ 2 വാക്കുകളാണ് എനിക്കിവിടെ വീണ്ടും കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നിങ്ങൾ എവിടെ വെച്ചായിരിക്കും മീറ്റ് ചെയ്യുക, എങ്ങനെയായിരിക്കും മീറ്റ് ചെയ്യുക എന്നുള്ളത് ചോദിച്ചപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു ധനകാര്യ സ്ഥാപനത്തിലോ ഒക്കെ വെച്ച് നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻവയൺമെൻറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ബിസിനസ്സിനൊക്കെ താല്പര്യമുള്ള ഒരു ആളായിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ബിസിനസ് സ്ഥാപനങ്ങളിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതല്ല എങ്കിൽ നിങ്ങളെ ഒരു വളരെ നർച്ചറിങ് ആയിട്ടുള്ള, നല്ല രീതിയിൽ ഒരു അമ്മയെപ്പോലെ കെയർ ചെയ്യാൻ കഴിയുന്ന ഒരാൾ വഴി നിങ്ങൾ ആ വ്യക്തിയെ പരിചയപ്പെടുന്നതുമാകാം. നിങ്ങളുടെ കരിയർ, സ്റ്റെബിലിറ്റി, ഗ്രോത്ത്, ഇതിനെക്കുറിച്ചൊക്കെ, പേഴ്സണൽ ഗ്രോത്ത്, നിങ്ങളുടെ വ്യക്തിവികാസം, അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താവാം ഒരു പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡെന്നല്ല, എന്താ പറയുക, ഒരു പല ലെയറുകളുള്ള ഒരു കാർഡെന്ന് പറയുന്നത് ഇവിടെ 7 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്കൊരു പക്ഷേ കാണുന്ന ആദ്യ സമയത്ത് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത്
അങ്ങനെയാണെങ്കിൽ തന്നെയും ഉടനെ തന്നെ നിങ്ങൾക്ക് എന്താവില്ല, ഈ റിലേഷൻ സെറ്റ് ആകുമെന്നോ അങ്ങനെ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നില്ല. വളരെ അധികം അട്രാക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപക്ഷെ കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വരും. പലതരം ഇമോഷൻസ്, അതായത് ചില ദിവസങ്ങളിൽ അവർ മൈൻഡ് ചെയ്യും, ചില ദിവസങ്ങളിൽ അവർ മൈൻഡ് ചെയ്യാതെ പോയേക്കാം. ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ, ഈ വ്യക്തിയുടെ മനസ്സിൽ ശരിക്കും എന്താണ് ഉള്ളത്, അങ്ങനെ നിങ്ങൾക്ക് പല പല ഇമാജിനേഷൻ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ വ്യക്തി എന്നെക്കുറിച്ച് എന്താ വിചാരിക്കുന്നത്, ഇങ്ങനെ ആയിരിക്കുമോ അതോ ജസ്റ്റ് ഒരു ഫ്രണ്ട് മാത്രമായിട്ടാണോ, എങ്ങനെയാണ്, നിങ്ങൾക്ക് അതിലൊരു ഉറപ്പ് തോന്നില്ല. നിങ്ങൾക്കൊരു പക്ഷേ വളരെ തീവ്രമായിട്ടുള്ള അട്രാക്ഷൻ അങ്ങോട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ തിരിച്ചുള്ളത് ഒരു ഓഫ് ആൻഡ് ഓൺ എനർജി ആവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുകയാണ് എന്നെ പോലെ മറ്റ് വ്യക്തികളുമുണ്ട്, ഇതിൽ ആരെയായിരിക്കും ഈ പേഴ്സൺ ചൂസ് ചെയ്യുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. 7 ഓഫ് കപ്സ് ആണ് നമ്മൾ ഓപ്ഷൻസിൻ്റെ കാർഡാണ്. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. ടൈമിംഗ് നോക്കുകയാണെങ്കിൽ കിങ് ഓഫ് സ്പോർട്സ് ആണ് വന്നിട്ടുള്ളത്. നമ്പർ 14 ആണ്. ഒരു 14 വീക്സ്, അതായത് ഒരു 3-3.5 മാസം ഒക്കെ ആയിരിക്കാം സമയം പറയുന്നത്. പക്ഷേ നിങ്ങളിവിടെ സമയത്തെക്കാൾ അധികം നിങ്ങളുടെ ഒരു മെൻ്റൽ മെച്യൂരിറ്റിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് എപ്പോഴാണോ മെൻ്റലി മെച്യൂർ ആവുന്നത്, കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നത്, ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ റിലേഷൻ സെറ്റായിട്ട് കിട്ടുക എന്നുള്ളൊരു മീനിങ് ആണ് എനിക്കിവിടെ തോന്നുന്നത് കൂടുതലായിട്ടും. നിങ്ങളൊരു ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തിനാണ് പ്രാമുഖ്യമുള്ളത് എന്ന് ചിന്തിക്കുക. ഒരു ബ്രേക്കപ്പിൽ നിന്നൊക്കെ റിക്കവറായിട്ട് വരുന്ന ഫേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഹീലിംഗ് ബാക്കിയുണ്ട്. ആ ഹീലിംഗ് എല്ലാം കഴിഞ്ഞ് ലൈഫിൽ എന്താണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായ ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യക്തി വികാസത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അതിന് നിങ്ങൾക്കൊരു മെൻ്റൽ മെച്യൂരിറ്റി ആവശ്യമാണ്. ആ ഒരു മെൻ്റൽ മെച്യൂരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്തായിരിക്കും ഈ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ് കാണുന്നത്. ഈ റീഡിംഗ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഫയൽ നമ്പർ 2 റീഡിംഗ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിന്ന് ചെയ്യുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്, നിങ്ങളുടെ ഭാവിയിലെ നിങ്ങളുടെ റൊമാൻറ്റിക് പാർട്ട്ണർ എന്ത് തരത്തിലുള്ള ആളായിരിക്കും, ആളുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും, എന്ത് തരത്തിലുള്ള ഒരു റിലേഷനായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക, നിങ്ങൾ എങ്ങനെയായിരിക്കും മീറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഡീപ് ബ്രെത്ത് എടുക്കുക, റിലാക്സ് ചെയ്യുക. ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഹൂസ് യുവർ ഫ്യൂച്ചർ സ്പൗസ്? നമ്മൾ 5 കാർഡ്സാണ് എടുക്കുന്നത്. ദിയർ പേഴ്സണാലിറ്റി ആൻഡ് നേച്ചർ, ഹൗ വിൽ യു മീറ്റ്, the nature of your relationship, timing or outcome. Cards നോക്കാം. 9 of cups, 5 of cups, Knight of cups, Lovers card and Star card. ബ്യൂട്ടിഫുൾ എനർജിയാണ് വന്നിട്ടുള്ളത്. പൈൽ നമ്പർ 1 റീഡിംഗ് പോലെയല്ല, അതിൽ നമുക്ക് വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് മേജർ അർക്കാന കാർഡ്സ് 2 ഉണ്ട്. ഇതൊരു സോൾമേറ്റ് ലെവൽ കണക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് റീഡിംഗ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ പേഴ്സണെ കുറിച്ചുള്ള ഫസ്റ്റ് ഇൻഫർമേഷൻ നമുക്ക് വന്നിട്ടുള്ളത് 9 ഓഫ് കപ്സ് ആണ്. ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണിത്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇത്തരം ഒരു റിലേഷൻ ഉണ്ടാവാനാണ് നിങ്ങൾ കാത്തിരുന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ പോലെ മനസ്സ് നിറഞ്ഞ സന്തോഷം കൊണ്ടുതരാൻ കഴിയുന്ന ഒരു റിലേഷൻ ആയിരിക്കും. ഇമോഷണലി സാറ്റിസ്ഫൈയിങ് ആയിരിക്കും. വൈകാരികമായിട്ട് നിങ്ങൾക്ക് വളരെയധികം സംതൃപ്തി തരുന്ന ഒരു റിലേഷൻ ആയിരിക്കും എന്നാണ് കാണുന്നത്. ഭയങ്കര കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരാളായിരിക്കും എന്ന് നമുക്ക് ഈ കാർഡിൽ നിന്ന് മനസ്സിലാക്കാം. ജീവിതത്തെ ആസ്വദിക്കാൻ അറിയാവുന്ന ടൈപ്പായിട്ടുള്ള ഒരാൾ, നല്ല ഓർമ്മകൾ സൂക്ഷിക്കാനും അത് ആലോചിക്കാനും അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എപ്പോഴും കാണാൻ കഴിവുള്ള ഒരാൾ, കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സംതൃപ്തനായിട്ടുള്ള അല്ലെങ്കിൽ സംതൃപ്തിയായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരാൾ. മോസ്റ്റ് പ്രോബബ്ലി അതൊരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള നല്ല വെൽ ഓഫ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ സ്വന്തം അധ്വാനം കൊണ്ട് ധനം സമ്പാദിച്ചിട്ടുള്ള ഒരാളായിരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നമുക്കൊരു 5 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ആ പേഴ്സൺ ഒരു ബ്രേക്കപ്പിൽ കൂടെയോ എന്തെങ്കിലും ഒരു ഇമോഷണൽ ലോസ്, വൈകാരികമായിട്ടുള്ള എന്തെങ്കിലും ഡീപ്പായിട്ടുള്ള ഒരു വേദന അനുഭവിച്ചിട്ടുള്ള ആളായിരിക്കാം. ഒരു ഹാർട്ട് ബ്രേക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ, ആളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവാം. ചില സമയത്തൊക്കെ അവരതിനെക്കുറിച്ച് ഓർത്തിട്ട് ഇങ്ങനെ വിഷമിക്കുന്നതും നിങ്ങൾക്കൊരു പക്ഷേ കാണാനായിട്ട് സാധിക്കും. ചില സമയത്ത് അവർ വളരെ ഡീപ്പായിട്ടിരുന്ന് ആലോചിക്കുന്നു, കുറച്ചൊന്ന് റിസർവ്ഡ് ആയിട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. അതേസമയം തന്നെ അവർ കൂടുതൽ സമയത്ത് അവർ ഹാപ്പിയാണ്, ഓക്കെ ആണ് എങ്കിൽ പോലും ചില സമയങ്ങളിൽ അവർ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അല്ലെങ്കിൽ അവർ വേദനിച്ചിട്ടുള്ള ആ ഒരു കാര്യം അവർ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് വിഷമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അവരുടെ ഹീലിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു കഠിനമായ വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും അവരുടെ ഹീലിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ഹീലിങ്ങിനെ
വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ, ആ ഹീലിംഗ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങളെ യൂണിവേഴ്സ് അവരുടെ ലൈഫിലേക്ക് അയക്കുന്നത്. ഈ വേദന അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് മറ്റുള്ളവരുടെ വേദനകൾ വേഗം മനസ്സിലാക്കാനും അവരെ സമാധാനിപ്പിക്കാനും സപ്പോർട്ട് കൊടുക്കാനും ഒക്കെ കഴിയും എന്നുള്ളതാണ് കാണുന്നത്. ഇനി എങ്ങനെയാണ് നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് നോക്കാം. നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഇത് ക്ലിയർലി ഒരു പ്രപ്പോസലിൻ്റെ കാർഡാണ്. നിങ്ങളോ അല്ലെങ്കിൽ അവരോ ഒരു പ്രപ്പോസലായിട്ട് നേരിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. എവിടെ വെച്ചായിരിക്കും നിങ്ങൾ മീറ്റ് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു കല എന്നൊക്കെ പറയുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാർഡ് കൂടിയാണ്. ഒരു പക്ഷേ എന്തെങ്കിലും എക്സിബിഷനോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് കോൺസേർട്ടോ അങ്ങനെ എന്തെങ്കിലും കലാസാഹിത്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സോഷ്യൽ ഇവൻറ്റിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾ മീറ്റ് ചെയ്യുക. നിങ്ങളോ അവരോ ഒരു പ്രപ്പോസലുമായിട്ട് വരുന്നതായിട്ടാണ് നമുക്ക് ഈ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ലവേഴ്സ് കാർഡാണ് ഇവിടെ ഈ ഒരു ലവ് സ്പ്രെഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇതല്ലാതെ മറ്റെന്ത് കാർഡാണ് നിങ്ങൾക്ക് വേണ്ടത്? ലവേഴ്സ് കാർഡ് ഒരു സോൾമേറ്റ് കണക്ഷൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. വളരെയധികം അട്രാക്ഷൻ നിങ്ങൾക്ക് തോന്നും, വളരെ ഡീപ്പായിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ടായിരിക്കും. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതോടുകൂടി നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പ്രചോദനമാകുന്ന ഒരു ബന്ധമായിരിക്കും ഇത് എന്നാണ് കാണുന്നത്. ചില ചോയ്സസ് എടുക്കേണ്ടി വരും നിങ്ങൾക്ക്. ഇത് അല്ലെങ്കിൽ ഇത്, അങ്ങനെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചോയ്സസ്, ചില ഡിസിഷൻസ് എടുക്കാൻ നിങ്ങൾക്ക് പ്രേരകമായിട്ട് മാറുന്ന ഒരു റിലേഷൻ ആയിരിക്കും ഇത്. ലവേഴ്സ് കാർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ഫൈനൽ കാർഡായിട്ട് വന്നിട്ടുള്ളത് സ്റ്റാർ കാർഡാണ്. ഇതൊരു ഹീലിങ്ങിൻ്റെ കാർഡാണ്, സമാധാനത്തിൻ്റെ കാർഡാണ്. ഒരു വേദനയ്ക്ക് ശേഷം വീണ്ടും ഫ്ലറിഷ് ചെയ്ത് വരുന്ന അങ്ങനത്തെ ഒരു മീനിങ് ഉള്ളൊരു കാർഡാണ് സ്റ്റാർ കാർഡ്. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പ്രതീക്ഷയും ഒരു ലോങ് ടേമിൽ നിങ്ങൾക്കൊരു മനസ്സമാധാനവും സന്തോഷവും ഗ്രൗണ്ടിങ്ങും ഒക്കെ തരുന്ന ഒരു റിലേഷൻ ആയിരിക്കും. ഇതൊരു ഡിവൈൻ ടൈമിംഗ് ആണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു റിലേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഒട്ടും ഫോഴ്സ്ഡ് ആയിട്ടായിരിക്കില്ല. വളരെ നാച്ചുറലായിട്ട് നിങ്ങളും അവരും ഒരുപക്ഷെ പല വേദനകളിൽ കൂടെ കടന്നു പോയിട്ട് ഒരു ഹീലിങ്ങിൻ്റെ അവസാന സ്റ്റേജിലൊക്കെ എത്തി നിൽക്കുമ്പോൾ ഓർഗാനിക്കായിട്ട് ആരുടെയും ഒരു ഇടപെടലില്ലാതെ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾ പരിചയപ്പെടുന്നു, നിങ്ങൾക്ക് ആ ബോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നു, അത് നിങ്ങളിൽ ഒരാൾ പ്രപ്പോസ് ചെയ്യുന്നു. അങ്ങനെ എസ്റ്റാബ്ലിഷ് ആയി വരുന്ന വളരെ മനോഹരമായ ഭംഗിയുള്ള ഒരു റിലേഷൻ ആയിരിക്കും നിങ്ങളുടെ എന്നാണ് കാണുന്നത്. ഈ റിലേഷൻ നിങ്ങൾ രണ്ടുപേരുടെയും ഇമോഷണൽ ഹീലിങ്ങിന് കംപ്ലീറ്റ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ ഈ റിലേഷൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എടുക്കും. ഇതൊരു ലോങ് ടേം പൊട്ടൻഷ്യലുള്ള ഒരു ബന്ധമാണ്. ഏതൊരു ആളും കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ബ്യൂട്ടിഫുൾ റീഡിംഗ്. ഐ എം സോ ഹാപ്പി ഫോർ യു. റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.